സിനിമ രാജകുമാരനുണ്ണി എന്ന ഗായകനെ തന്റെ അങ്കണത്തിലേക്ക് ക്ഷണിച്ചത് ഇദ്ദേഹത്തിന്റെ പ്രതിഭ കണ്ടിട്ട് തന്നെയാണ്. ദേവരാജ സംഗീതത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ സിനിമയ്ക്കു വേണ്ടി ഇദ്ദേഹം പാടിയ ഗാനം ഇന്നും ചലച്ചിത്ര ആസ്വാദകർ മറന്നിട്ടുണ്ടാവില്ല. മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ഗാനങ്ങളുടെ പട്ടികയിലാണ് ഈ ഗായകന്റെ പാട്ടിന് സ്ഥാനം. തൃശ്ശൂർ വെച്ചിട്ട് വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ അതിലെ ഒരു ഉത്സവത്തിൽ അതിൽ വെച്ചിട്ടൊരു ഭക്തിഗാനമേള ഉണ്ടായിരുന്നു. ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എനിക്കന്ന് പാടാനുള്ള പാട്ട് സത്യശിവ സൗന്ദര്യങ്ങൾ. ഈ പാട്ട് പാടിക്കഴിഞ്ഞ് ഉടനെ ശ്രീകുമാരൻ തമ്പി ഓട്ടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഇത് ദാസേട്ടൻ യേശുദാസ് പാടുന്ന പോലെ നന്നായിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമായി. അത് ഞാൻ എന്തെങ്കിലും ഒരു സിനിമ എടുക്കാച്ചാൽ പാടാൻ വരുമോ ചോദിച്ചു എന്നോട് ശ്രീകുമാരൻ തമ്പി. അതിനെന്താ വിരോധമില്ല, വരാമെന്ന് പറഞ്ഞു. അന്ന് ഈ ഫോണൊന്നുമില്ല, കമ്പി അടിക്കലാണ്. വീട്ടിലേക്കൊരു കമ്പി വന്നിട്ടുണ്ട് ശ്രീകുമാരൻ തമ്പിയുടെ എൻ്റെ പേരിൽ, ഉടനടി മദ്രാസിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അച്ഛൻ ഈ കമ്പിയുടെ ഇതായിട്ട് ഗുരുവായൂർക്ക് ആളെ അയച്ചു. ഞാൻ പിറ്റേ ദിവസം തന്നെ മദ്രാശിക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, നന്നായി, ഞാനൊരു സിനിമ എടുക്കേണ്ട. അന്ന് വിഷുക്കൈനേട്ടം എന്ന ആദ്യത്തെ പേര് ഇതിൻ്റെ, പിന്നെയാണ് മോഹിനിയാട്ടമാക്കിയത്. അപ്പോൾ ഇതിലൊരു പാട്ട് ഉണ്ണിയെ കൊണ്ട് പാടിക്കണമെന്നുണ്ട്. അത് ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ, കാരണം സംഗീതം ചെയ്യണത് ആരാണറിയില്ലേ, ദേവരാജൻ മാഷാണ്. ദേവരാജൻ മാഷ് ഭയങ്കര കാർക്കശത്തുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല, കടന്ന് പോകാൻ പറയും, അങ്ങനത്തെ ഒരു ഇതാണത്. അപ്പോൾ അഥവാ പറ്റിയില്ല വെച്ചാൽ മടങ്ങി പോകേണ്ടി വരും. പിറ്റേ ദിവസം സ്റ്റുഡിയോയിൽ പോയി പാടിയപ്പോൾ ദേവരാജൻ മാഷ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒന്നും പറയാതെ തന്നെ. അതിൽ റെക്കോർഡിസ്റ്റ് ഇല്ലേ ഇവിടുത്തെ ആൾ, അദ്ദേഹം പറഞ്ഞു, നല്ല വോയിസ്, ക്ലിയർ വോയിസ് അല്ലേ മാഷേ ചോദിച്ചു. പിന്നെ അദ്ദേഹത്തിനൊന്നും പറയാൻ ഇടം കിട്ടിയില്ല തോന്നുന്നു. തമ്പി പറഞ്ഞു, സാർ അപ്പോൾ നമുക്കിത് എടുക്കാമല്ലോ, അദ്ദേഹമല്ലേ പറഞ്ഞു ചോദിച്ചു. അങ്ങേർക്ക് കുറേ ബുദ്ധിമുട്ടേണ്ടി വരും, 10-15 ദിവസം ഇവിടെ വരേണ്ടി വരും, നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. എത്ര ദിവസം വേണമെങ്കിൽ നിൽക്കാം, ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ശരി, എന്നാൽ അങ്ങ് വൈകുന്നേരം വീട്ടിലേക്ക് വാ പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ വൈകുന്നേരം പോയി. അവിടെയാണ് ദേവരാജ മാഷ ജീനിയസ്. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ട്യൂൺ ചെയ്തു. രാധിക കൃഷ്ണ രാധിക തവ വിരഹേ കേശവ സരസമസൃണമപി മലയജ പങ്കം പശ്യതി വിഷമിവ വപുഷി സശങ്കം. വേറൊരു വലിയ പ്രശ്നം എന്താതല്ല, 2.5 കട്ട ശ്രുതിക്ക് പാടണം. 2.5 കട്ട ശ്രുതി പറഞ്ഞാൽ ഈ TM സൗന്ദരരാജൻ അല്ലെങ്കിൽ SG കിട്ടപ്പ പഴയ ആൾക്കാർ പാടുന്ന ശ്രുതിയാണ്. ദൈവത്തിനേക്ക് വിചാരിച്ച് കറക്റ്റ് 2.5 കട്ട വെച്ച് തന്നു ശ്രുതി. അതിലൊരു വിധം ഭംഗിയായിട്ട് പാടാൻ പറ്റി. പിന്നെ ഞാൻ അർജുനൻ മാഷ് തമ്പി സാറ് പിന്നെയും വിളിച്ചു എന്നെ ഒരു ഖവ്വാലി പാടാൻ. ജയിക്കാനായി ജനിച്ചവെന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു. അതിൽ ഒരു ഖവ്വാലി ടൈപ്പുണ്ട്. അള്ളാവിൻ തിരുസഭയിൽ കണക്കു കാണിക്കുവാൻ എല്ലാവരും ചെല്ലേണം ഇന്നോ നാളെയോ, അണിചിത്രമണിമേട കണ്ടു നീ മയങ്ങൊല്ലേ, ആലം ഉടയോനേ മറന്നിടൊല്ലേ. സംഗീത ലോകത്തിന് മണ്ണൂർ രാജകുമാരനുണ്ണിയുടേതായി സംഭാവനകൾ വളരെ വലുത് തന്നെയാണ്. ഈ നാട് അത് തിരിച്ചറിയുന്നുമുണ്ട്. ഞാൻ കച്ചേരിക്ക് പുറമെ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സസ് നടത്താറുണ്ട്. സംഗീതം എങ്ങനെയാണ് എൻജോയ് ചെയ്യുക. അപ്പോൾ അതിന് വേണമെങ്കിൽ എന്ത് വേണം, സിനിമാ പാട്ടും കൂടി മിക്സ് ചെയ്താലേ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾക്ക് എന്നും സ്മരിക്കപ്പെടുന്ന ഗാനങ്ങളുണ്ടെങ്കിൽ അതിന് ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ രാഗങ്ങളുടെ ചെറിയൊരു അംശമുണ്ട്. ഇന്നലകളിൽ ഒരുപാട് അരങ്ങുകളിലായി അനവധി ആളുകൾ ഈ സംഗീതജ്ഞനെ കേട്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് ആളും അരങ്ങും ഒരു പരിധിവരെ ഒഴിവാക്കി നിൽക്കുകയാണ് ഇദ്ദേഹം. എങ്കിലും കലാകാരൻ ഇവിടെ വിശ്രമിക്കുകയല്ല. താൻ അറിഞ്ഞ സംഗീതത്തെ പിൻതലമുറയ്ക്ക് പകർന്നു നൽകി സംഗീതയാത്ര തുടരുക തന്നെയാണ്. ഞാൻ പാലക്കാട് ഇവിടെ 10-28 കൊല്ലം വർക്ക് ചെയ്തു. പത്തിരിപ്പാല ഗവൺമെൻറ് ഹൈസ്കൂളിൽ സയൻസും ഇംഗ്ലീഷും അധ്യാപകനായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം പ്രൊമോഷനായിട്ട് ഗസറ്റഡ് പോസ്റ്റായിട്ട് പാലക്കാട് ഗവൺമെൻറ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രിൻസിപ്പലായിട്ട് പോയി. അത് കുമരപുരത്ത് കൽപ്പാത്തിൻ്റെ അടുത്താണ്. അവിടെ 4 കൊല്ലം അവിടെ ഒരുപാട് സംഗീത വിദ്വാൻമാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ കൊണ്ടുവരാനുള്ള അവസരമുണ്ട്. കൈതപ്പുറം അടക്കം ഒരുപാട്, ബാലമുരളി അടക്കം ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരാൻ സാധിച്ചു. എന്തിനു വേണ്ടിയിട്ട് അറിയാം, കുട്ടികൾക്ക് ഈ കൾച്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. വെറും 4 ചുമരിൻ്റെ ഉള്ളിൽ വിദ്യാഭ്യാസം ചെയ്തിട്ട് കാര്യമില്ല, ഇവരെയൊക്കെ ഒന്ന് കാണുക. എനിക്ക് 1995 അവാർഡ് കിട്ടിയത്, നാഷണൽ അവാർഡ് ബെസ്റ്റ് ടീച്ചർ ഇൻ ഇന്ത്യ, നാഷണൽ അവാർഡ് ഫോർ ടീച്ചേഴ്സ്, അതിനാണ് കിട്ടിയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അല്ലാണ്ട് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് കേരള സംഗീത അക്കാദമിയുടെ അവർ നടാടത്തിറങ്ങിയ അവാർഡാണ് കേരള സംഗീത അക്കാദമി. അതായത് ടാഗോർ അവാർഡ്, ടാഗോറിൻ്റെ 150th ആനിവേഴ്സറി അനുബന്ധിച്ച് സംഗീതത്തിന് സമഗ്ര സംഭാവനകൾ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ അവാർഡ് എനിക്ക് കിട്ടി.
അങ്ങനെ കുറേ അവാർഡ് പിന്നെ കലാദർപ്പണ അവാർഡ് ഇത് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ കച്ചേരികൾ ചെയ്യുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് കാണണമെന്ന് വെച്ചാൽ ഒരു സംഗീതത്തിന് ഞാൻ പറയും, ഒരു സംഗീതത്തിനെയും കുറ്റം പറയാൻ പാടില്ല. അടിപൊളി സംഗീതം, മറ്റേ സംഗീതം അങ്ങനെയൊന്നുമില്ല. സംഗീതം ഒന്നേ ഉള്ളൂ. സംഗീതം ഏറ്റവും അധികം ആൾക്കാരെ എൻജോയ് ചെയ്യണോ അതന്നെ സംഗീതം. സംഗീത കുടുംബമാണിത്. ഭർത്താവും ഭാര്യയും സംഗീതത്തെ ഉപാസിക്കുന്നവർ. ഈ വീട്ടിൽ ഇവർക്ക് മക്കളായുള്ളത് സ്വരരാഗങ്ങൾ മാത്രമാണ്. ഇപ്പം ഞാൻ ശരിക്കും സത്യം പറയാച്ചാൽ ഒരു മാസം 30 ദിവസമെങ്കിൽ ഒരു 15 ദിവസമെങ്കിലും പരിപാടികളാണ്. അല്ല സംഗീത പരിപാടിയൊന്നുമല്ല, കച്ചേരിയല്ല. കച്ചേരി 1-2 ഉണ്ടാവും, അത്രയേ ഉള്ളൂ. മറ്റേത് ഈ പല ആൾക്കാരും വന്ന് വിളിക്കും. സാംസ്കാരിക സമ്മേളനങ്ങൾ, പിന്നെ എന്താ പറയേണ്ടത്, വിദ്യാഭ്യാസ സമ്മേളനങ്ങൾ, ആനിവേഴ്സറികൾ. അപ്പോൾ അതിലേക്കൊക്കെ എന്താ വെച്ചാൽ എൻ്റെ ഉദ്ദേശം ഭാരതീയ സംസ്കാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. വേദങ്ങളെക്കുറിച്ചിട്ട്, ഉപനിഷത്തുക്കളെക്കുറിച്ച്, അതിലുള്ള സംഗീതം, അതിലുള്ള മാനവികത, ഇതിനെക്കുറിച്ചിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ പാട്ടും പാടി കൊടുക്കുമ്പോൾ ഈ ഓഡിയൻസ് മിണ്ടാതിരുന്നോളും, വെറും ഡ്രൈ ആവില്ല. അങ്ങനെ സംഗീതത്തിനെക്കുറിച്ചിട്ടുള്ള ലെക്ചർ ഡെമോൺസ്ട്രേഷനും നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പല ദിക്കിലും പോണ്ടി വരും. അതെനിക്കൊരു സന്തോഷമാണ്. കാരണം നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മളെക്കൊണ്ട് ചെറിയ ഒരു വിളക്കെങ്കിലും കൊളുത്താൻ പറ്റുക നന്നായാലോ എന്ന് പറഞ്ഞു.